നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ സ്വദേശി അൻഷാദ് മരുഭൂമിയിൽ അനുഭവിച്ചത് ആടുജീവിതം നോവലിലെ നജീമിനെ വെല്ലുന്ന ദുരിതങ്ങളാണ്. വാർത്തയിലേക്ക്. 2017 ഒക്ടോബറിൽ റിയാദ് എയർപോർട്ടിൽ ആദ്യമായി ഇറങ്ങിയപ്പോൾ ഒരുപക്ഷെ അൻഷാദ് ഓർത്ത് കാണില്ല ജീവിതം ഇനി ഒരു കഥന പോലെയാകുമെന്ന്. എയർപോർട്ടിൽ നിന്ന് സ്പോൺസർ നേരെ ഇദ്ദേഹത്തെ കൊണ്ടുപോയത് 350 കിലോമീറ്റർ അകലെയുള്ള സജീറിലെ മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിലേക്ക് വാഹനം നീങ്ങുന്നത് മനസ്സിലാക്കി സ്വദേശിയോട് അറിയാവുന്ന ഭാഷയിൽ യുവാവ് സംശയം പ്രകടിപ്പിച്ചപ്പോൾ തിരിച്ചു ലഭിച്ചതാകട്ടെ മുഖമടച്ച അടിയായിരുന്നു. അന്ന് തുടങ്ങിയ പീഡനത്തിന് പിന്നീട് ഒരു അറുതിയും വന്നില്ല. മരുഭൂമിയിലൂടെ ഓടിച്ച് വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചത് ഉൾപ്പെടെ അനുഭവിച്ച ദുരിതപൂർണമായ ജീവിതം ഇപ്പോഴും വേദനയോടെ ഈ യുവാവിന് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. പീഡനങ്ങൾക്ക് ഊക്കുകൂടുകയല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല എന്നതാണ് സത്യം. 10-15 ഒട്ടകവും ഒരു കൂട്ടം ആടുകളുമായി കണ്ണെത്താത്ത മരുഭൂമിയിലൂടെ അലച്ചിലായിരുന്നു. 2 വർഷത്തിനിടെ ഇങ്ങനെ സഞ്ചരിച്ചത് 2000-ലധികം കിലോമീറ്റർ ചുറ്റളവിൽ. ഒട്ടകങ്ങൾക്ക് കൊടുക്കുന്ന ഉപ്പുരസമുള്ള വെള്ളവും മൈദയിൽ നിർമ്മിച്ച ഉണക്ക റൊട്ടിയും മാത്രമായിരുന്നു ഭക്ഷണം. 2 വർഷത്തിനിടെ ശമ്പള ഇനത്തിൽ ഒരു ചില്ലിക്കാശ് പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അലച്ചിലിനിടയിൽ കണ്ടുമുട്ടുന്ന അന്യദേശക്കാരുടെ മൊബൈൽ ഫോണിൽ നാട്ടിലേക്ക് വിളിക്കാനായത് 2 തവണ മാത്രം. പലപ്പോഴും രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും എല്ലായ്പ്പോഴും പരാജയപ്പെടുകയേ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. ഒടുക്കം രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് രക്ഷയ്ക്ക് വഴിതെളിച്ചത്. പോലീസുകാരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ 2 വാഹനങ്ങളിലായി മരുഭൂമിയിൽ പോയി സ്പോൺസറെ കൊണ്ടുവരികയായിരുന്നു. കഴിഞ്ഞ തവണ എഴുതി വാങ്ങിയ ഉറപ്പനുസരിച്ചുള്ള ഒരു തുകയും നൽകാൻ അദ്ദേഹം തയ്യാറാക്കാത്തതിനാൽ അദ്ദേഹത്തെ ലോക്കപ്പിലുമിട്ടു. തുടർന്ന് സ്പോൺസറുടെ മകൻ 24,700 റിയാൽ എത്തിച്ചതോടെ സ്പോൺസറെ വിട്ടയക്കുകയും അൻഷാദിനെ സാമൂഹിക പ്രവർത്തകരോടൊപ്പം അയക്കുകയും ചെയ്തു. നാട്ടിലയക്കാൻ ഇനിയും നൂലാമാലകൾ ശേഷിക്കുന്നുണ്ട്. 6 മാസം മുൻപ് യുവാവിനെ സ്പോൺസർ എക്സിറ്റ് അടച്ചതിനാൽ ഇക്കാമയും മറ്റും പുതുക്കാനായില്ല. ഇനി എക്സിറ്റ് റദ്ദ് ചെയ്ത് വീണ്ടും ഇക്കാമ പുതുക്കിയതിനു ശേഷം മാത്രമേ നാട്ടിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. സൗദി ഉദ്യോഗസ്ഥരിലും എംബസിയിലും ഇടപെട്ടതിനാൽ യുവാവിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇത് പുറം ലോകം അറിഞ്ഞൊരു കഥ. എന്തായാലും എത്രയോ പേരുടെ ജീവിതം ഇങ്ങനെ പ്രവാസ മണ്ണിൽ കഥനകഥയായി മാറുന്നു. ആർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവരുതെന്ന് മാത്രമേ പ്രവാസി മലയാളിക്ക് പറയാനുള്ളൂ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.